ഞാനൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താട്ടാ. ഇങ്ങനെ ഇടുമ്പില്ലേ നമുക്ക് രസത്തിന് നല്ല കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 തക്കാളി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി കൂടിയിട്ട് നല്ലോണം ചതച്ച് വെച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കേട്ടോ. കൈനെ കൊണ്ട് മിക്സ് ചെയ്താൽ നല്ലതാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതെല്ലാം പാകമായെന്ന് കണ്ടാൽ പിന്നെ നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് ഒരുപാട് തിളയ്ക്കണ്ട, കാണിച്ചു തരാം. ദിവസം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ലൊരു വറവും കൂട്ടി ഇട്ട് കൊടുത്താൽ നമ്മുടെ രസം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ വറവിടാൻ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കരിവേപ്പില, മുളക് കൊടുത്തിട്ട് മുളകും നല്ലോണം മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണേ കാണാൻ.